എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള KT ജലീലിൻ്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലേറെ ചർച്ച ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അദ്ദേഹം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനുമോദന ചടങ്ങിൽ SSLC, +2 തുടങ്ങിയ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ആ അനുമോദന ചടങ്ങിൽ വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിക്ഷണ രീതി അതാണ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടത്. അതായത് അദ്ദേഹം ചില കുട്ടികളെ കൊണ്ട് അക്ഷരങ്ങൾ എഴുതിപ്പിച്ചു, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ എഴുതിപ്പിച്ചു. ഉദാഹരണത്തിന് അഡ്രസ്സ് അദ്ദേഹം എഴുതിപ്പിച്ചു. അപ്പോൾ അതിൽ തെറ്റായിട്ട് കുട്ടി അഡ്രസ്സ് എഴുതുകയുണ്ടായി. അങ്ങനെ തെറ്റായി അഡ്രസ്സ് എഴുതിയ കുട്ടിയെ ചെവുക്കി പിടിച്ച് ശാസിക്കുന്ന ഒരു രീതി അദ്ദേഹം വേദിയിൽ നിന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. അത് ഏറെ വിവാദങ്ങൾക്ക് കാരണമായി ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്ന അവസ്ഥ വരെ എത്തി. ഇതിനെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളും സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ചിലർ ഒരു പരമ്പരാഗത കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നവർ പറയുന്നത് അധ്യാപകൻ വിദ്യാർത്ഥിയെ തിരുത്താൻ ഉള്ള ഒരു ഉദ്യമമായിട്ടാണ് അത്തരമൊരു കാര്യം നടത്തിയതെന്നുള്ളതാണ്. അല്ല, മറ്റു ചിലർ പറയുന്നത് പരസ്യമായി വിദ്യാർത്ഥികളെ അപമാനിക്കുന്ന ഒരു രീതി അതൊരു വളരെ മോശമായ കാര്യമാണെന്നാണ്. ഇതിൽ ഏതാണ് ശരി, അല്ലെങ്കിൽ എന്താണ് ശരി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ആദ്യം തന്നെ പറയാവുന്ന ഒരു കാര്യം, KT ജലീലിൻ്റെ ഈ പ്രവൃത്തി, ഈ ഒരു രീതി എന്ന് പറയുന്നത്, ശിക്ഷണ രീതി, അത് വളരെ അനൗചിത്യം നിറഞ്ഞതായിരുന്നു. കാരണം അത് വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അപ്പോൾ അനുമോദിക്കാനായി നല്ല മനസ്സോടുകൂടി പ്രതീക്ഷകളുമായി സ്വീകരണത്തിൻ്റെ ആ ഒരു ആവശ്യത്തിൽ വരുന്ന കുട്ടികൾ, അവരെ മാനസികമായിട്ട് തളർത്തുന്ന ഒരു നിലപാടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പബ്ലിക് ഷെയ്മിങ് എന്ന് പറയുന്ന സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. അതായത് ഒരുപാട് കുട്ടികൾക്ക് മുന്നിൽ അഡ്രസ്സ് പോലും എഴുതാൻ അറിയാത്തവരായിട്ട് പരിഹാസ്യരാകുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അത് ഒരു നല്ലൊരു ചടങ്ങിൻ്റെ എല്ലാ ഉദ്ദേശശുദ്ധികളെയും മനോഹാരിതയെയും നശിപ്പിക്കുന്നതാണ് എന്ന് തന്നെയാണ് പറയേണ്ടത്. അടുത്തൊരു കാര്യം, അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ള ശിക്ഷണ രീതിയുടെ ഒരു സ്വഭാവമാണ് ചെവിക്ക് പിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ ഒരു പഴയ അധ്യാപകർ പലരും സ്വീകരിച്ചിരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഈവൻ LP ക്ലാസ് മുതൽ തന്നെ ഒരു ഹൈസ്കൂൾ തലത്തിലൊക്കെ പലപ്പോഴും ഇങ്ങനെ ചെവിക്ക് പിടിക്കുന്ന ഒരു ശിക്ഷണ രീതി എന്ന് പറയുന്നത്, അതായത് വേദനിപ്പിച്ചുകൊണ്ട് കുട്ടികളെ പല കാര്യങ്ങളും പഠിപ്പിക്കാം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മാറ്റാം എന്നുള്ള, അല്ലെങ്കിൽ അവരെ തെറ്റുതിരുത്താം, മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു കാര്യം. അങ്ങനെയാണോ ലേണിംഗ് പ്രോസസ്സ് നടക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കോയേഴ്സീവായിട്ടുള്ള, അതായത് ഒരു ഫോഴ്സ്ഫുള്ളി നിങ്ങൾക്ക് കുട്ടിയുടെ പഠന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അത് കുട്ടീനെ പിന്നീട് എങ്ങനെ ബാധിക്കും എന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. ഇതിന് സയൻറ്റിഫിക്കലി വലിയ ഒരു എവിഡൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഇത്തരം രീതികൾ അവലംബിക്കുകയാണെങ്കിൽ അത് കൂടുതൽ റിസൾട്ട് കൊണ്ടുവരും എന്നുള്ളത്. പൊതുവേ ഒരു ക്രിയേറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ് കുട്ടികളിലുള്ള അറിവിൻ്റെ താല്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പൊതുവേ നമുക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക. എന്തായാലും ഈ വിവാദം നമ്മുടെ മുമ്പിൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അത് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ പോരായ്മയാണ്. ശരിക്കും ഈ കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? യഥാർത്ഥത്തിൽ കുട്ടികളെ ഇങ്ങനെ ആക്കിയതാരാണ്? ഓഫ് കോഴ്സ് ചില പഠനപരമായിട്ട് താല്പര്യമില്ലാത്ത കുറേ കുട്ടികളുണ്ടായിരിക്കാം. പക്ഷേ വലിയൊരു കുട്ടികളുടെ സമൂഹത്തിന് നല്ല ഉയർന്ന മാർക്കുകൾ വാങ്ങിയിട്ട് പോലും അടിസ്ഥാനമായ മലയാളം, ഇംഗ്ലീഷ് ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള പാഠവുമില്ല എങ്കിൽ, അതിൽ തെറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി? ഇവരെ താഴേക്കിടയിലുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിച്ച അധ്യാപകർ പ്രോപ്പറായിട്ട് അവരെ പഠിപ്പിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കിൽ നേടിയെടുക്കാവുന്ന രീതിയിലാണോ നമ്മുടെ പോളിസി ഡിസൈൻസ് വന്നിരിക്കുന്നത്? അപ്പോൾ ഇതിൽ സർക്കാർ വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെയൊക്കെ പങ്കെന്താണ്? അതെല്ലാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം, നമുക്കൊരുപാട് പരീക്ഷണങ്ങളെക്കുറിച്ചും വലിയ വലിയ അംബീഷൻസിനെക്കുറിച്ചും നമ്മുടെ കേരള വിദ്യാഭ്യാസ സംവിധാനത്തെ
ഉന്നതമാക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ പലപ്പോഴും സൂപ്പർഫിഷ്യലാണ്. പലപ്പോഴും നമ്മൾ മറന്നുപോയ കാര്യമാണ് ഈ അടിസ്ഥാനപരമായിട്ടുള്ള ചില കാര്യങ്ങൾ, ഭാഷാപരമായ ഒരു ബേസിക് സ്കില്ലെങ്കിലും, അതുപോലെ ഗണിതശാസ്ത്രപരമായ ബേസിക് സ്കിൽസ്, എണ്ണാൻ അറിയുക, കൂട്ടാൻ അറിയുക, കഴിക്കാൻ അറിയുക, അതുപോലെ തന്നെ തെറ്റുകൂടാതെ ഇംഗ്ലീഷ് മലയാളം എഴുതാൻ സാധിക്കുക. ഇത്തരം കാര്യങ്ങൾക്കൊന്നും നമ്മൾ വേണ്ടത്ര പ്രയോറിറ്റി കുറച്ച് കാലമായിട്ട് കൊടുക്കുന്നില്ല എന്നൊരു പരാതി വ്യാപകമാണ്. അപ്പോൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ടത് ഏതെങ്കിലും കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം കുട്ടികളുടെ കേവലമായ പ്രശ്നമായിട്ടല്ല, ഒരു വ്യവസ്ഥയുടെ പ്രശ്നമായിട്ടാണ്. അത് നമ്മുടെ വ്യവസ്ഥയുടെ പ്രശ്നമായിട്ടാണ്. അപ്പോൾ നമ്മൾ മുതിർന്നവർ തന്നെയാണ് നമ്മളോട് ചോദിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ കുട്ടികൾ ആയി മാറുന്നു. അതുപോലെ തന്നെ സത്യസന്ധമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ വർഷത്തെ SSLC റിസൾട്ട് എനിക്ക് തോന്നുന്നു 99% കുട്ടികൾ വിജയിച്ച ഒരു റിസൾട്ടാണുള്ളത്. അത് സത്യസന്ധമായ റിസൾട്ടാണ്, ഒരിക്കലുമല്ല 100% അങ്ങനെ ഒരു റിസൾട്ട് വരില്ല എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സോ എന്തിനാണ് ഇത്തരം ഒരു റിസൾട്ട് സൃഷ്ടിക്കുന്നത്? എന്തിനാണ് ആ രീതിയിലേക്ക് സർക്കാരിൻ്റെ താല്പര്യം എന്താണ്, സർക്കാരുകളുടെ താല്പര്യം എന്താണ്? അതുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ഗുണമാണുള്ളത്? ദോഷം മാത്രമേ ഉള്ളൂ. ഒരു മത്സരാത്മകമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിൽ, ലോക സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്ക് കൊണ്ട് നമുക്കിവിടെ കേരളത്തിലിരുന്നു കൊണ്ട് സ്വയം ആശ്വസിക്കാം, പ്രൗഡായി തോന്നാം, നമ്മുടെ സംവിധാനം ഭയങ്കരമാണ്, 99% ആളുകൾ പാസ്സാകുന്നതൊക്കെ. പക്ഷേ നാഷണൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ സബ്സ്റ്റാൻഡേർഡ് ലെവലിലേക്കാണ് നമ്മളുടെ ഒരു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ ഗിമ്മിക്കുകൾ നമ്മെ നയിക്കുക. അപ്പോൾ ഇതിനൊക്കെ കുട്ടികളെ കേവലമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കാവുന്ന ഒരു കാര്യം.